ഓർഗൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഓർഗന് ഡൗട്ട് വന്നു, അപ്പം അത് മാറ്റുന്ന കാര്യം പോലെ ഈ ശരിക്കും ഈ വേറെ അങ്ങനത്തെ ഇപ്പം ഹിസ്റ്ററക്ടമി അതും ഇതേപോലെ തന്നെ ഒരു കോമൺലി ചെയ്യുന്നതാണല്ലോ. അപ്പം പലപ്പോഴും ആ ഓർഗൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞെങ്കിൽ അതെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും അത് ഫ്രോം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പേഷ്യൻ്റ് ഓർ ട്രീറ്റിംഗ് ഡോക്ടർ അത് ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫർ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റൂലേ? പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ക്യാൻസറിൻ്റെ പേടിയാണ്, ഡോക്ടർക്ക് ഡോക്ടറെ ലിറ്റിഗേറ്റ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്, അതായത് ഡോക്ടർക്ക് അഗെയിൻസ്റ്റ് കേസ് വരുമോ എന്നുള്ള പേടിയാണ്. ഒരു മുഴ ഉണ്ടായിരുന്നു, അപ്പം പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല ഡോക്ടേഴ്സും ഒരു വെരി ക്ലോസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയുമായിരുന്നു, അവരൊരു സ്വന്തമായിട്ടൊരു ഗൈനക്കോളജി ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെങ്ങാണ് 35 വയസ്സെന്തോ ഉള്ളൂ. അപ്പം യൂട്രസിൽ ഫൈബ്രോയിഡിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ആക്ച്വലി ഫൈബ്രോയിഡിന് വേണ്ടിയിട്ട് ഓവറി യൂട്രസ് എടുക്കേണ്ട കാര്യമില്ല, പിന്നെ അത്ര വലിപ്പം ഉണ്ടെങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. അവരെന്തായാലും എത്ര വലിപ്പം കൊണ്ടാണ് എന്തുകൊണ്ട് എടുത്തു എന്നറിയില്ല. എന്നിട്ട് ഓവറി അവിടെ വെച്ചിരുന്നു. പക്ഷെ 5 വർഷമോ 6 വർഷമോ എന്നായിട്ട് കഴിഞ്ഞപ്പോൾ ആ ഓവറിയിലൊരു ക്യാൻസർ വന്നു. അതിന് ഈ ഡോക്ടറെ അഗെയിൻസ്റ്റ് കേസ് വന്നു. അന്ന് ആ ഡോക്ടർ അതും കൂടി എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ ഇന്നത് വരികയില്ലായിരുന്നല്ലോ എന്ന്. പിന്നെ ഡോക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് എഗെയിൻസ്റ്റ് ആയിട്ട് കോടതിയിലും ഇപ്പം അന്നൊക്കെ ശരിക്കും കൺസ്യൂമർ കോർട്ടിൽ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം കൺസ്യൂമർ കോർട്ടിൽ ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ഉത്തരവാദിയാകണം. അപ്പം ഡോക്ടേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ട്രീറ്റ്മെൻറ്റ് പറയും. ഇപ്പം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 3 പേഷ്യൻസ്, ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം വന്നു ഇങ്ങനെ ഫൈബ്രോയിഡാണ്, അവർ 3 ഓപ്ഷൻസും പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ എടുക്കാം, അല്ലെങ്കിൽ മയോമെക്ടമി ചെയ്യാം, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് എടുത്ത് കളയാം. ഈ ഓപ്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും, പേഷ്യൻറ്റിന് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അത്രയും ആൾക്കാർ ഇതും അല്ലാത്തതുകൊണ്ട് ഡോക്ടർ തീരുമാനിച്ചോ എന്ന് എല്ലാവരും പറയും. പക്ഷെ പിന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഡോക്ടറെ കുറ്റം പറയുക എന്നുള്ളതാണ്, അല്ലെ ഡോക്ടറെ എനിക്ക് അഗെയിൻസ്റ്റ് കേസിന് പോകുക എന്നുള്ളതാണ്. ഒരു ഓർഗൻ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യൂട്രസിനൊരു പ്രോബ്ലം ഉള്ള അതിനകത്ത് മുഴയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ മെറ്റബോളിസം, നമ്മുടെ ജീവിതശൈലി തെറ്റിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ സാധാരണ യൂട്രൈൻ ഫൈബ്രോയിഡിന് വരുന്ന ചേഞ്ച് അല്ല, ജനറ്റിക് ചേഞ്ചാണ് അവിടെ വരുന്നത്, നമ്മളുടെ DNA വരുന്ന മ്യൂട്ടേഷൻസാണ്.